ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സൂപ്പർ ഫാളല്ലേ. ഈവൻ നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഓൾറെഡി ആ കാര്യങ്ങൾ പറഞ്ഞു. നിഫ്റ്റി ഒരു ഡാർക്ക് ക്ലൗഡ് കവറിലുണ്ട്. ബട്ട് എക്സിറ്റ് പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവായിരുന്നു തന്നത്. ബിക്കോസ് ഒരു 350 സീറ്റൊക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എക്സിറ്റ് പോളിൻ്റെ ആ റിസൾട്ടാണ് ശരിക്കും നിഫ്റ്റീനെയും ബാങ്ക് നിഫ്റ്റീനെയൊക്കെ നമ്മൾ പറഞ്ഞ ലെവൽസിൽ മുകളിലേക്ക് കൊണ്ടുപോയി. ആ ലെവൽസ് വന്നപ്പോഴും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് അവിടെ നിന്നൊരു ബൈ ട്രെൻഡ് വന്നെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈയും ഡേ ലോയും പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ബൈ ട്രെൻഡ് വരാനുള്ളൂ. അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്ത് പോകണമാണ്, അതായത് ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ടു ഫാൾ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈവൻ ഡാർക്ക് ക്ലൗഡ് കവറിനെ പറ്റി തന്നെ ഞാൻ ഒരു നല്ല രീതിയിൽ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈവൻ അത്രയും നല്ല ഒരു ഫാളാണ് ഉണ്ടായത്. നല്ലൊരു സ്പ്രെഡ് പൊസിഷൻ, ഞാനും സാധാരണ സ്പ്രെഡ് പൊസിഷനിലാണ് കയറുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് എനിക്കും മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ടായിരുന്നു ആ ഒരു പ്രോഫിറ്റൊക്കെ ഉണ്ടായത്. ആൻഡ് അതുപോലെ തന്നെ നമുക്കറിയായിരുന്നു ഈവൻ ബാങ്ക് നിഫ്റ്റിയുടെയും ആൻഡ് നിഫ്റ്റിയുടെയൊക്കെ ആണെങ്കിലും ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴേക്ക് വന്നേക്കുന്നത്. ഈവൻ അത് നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ്. കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ബയോൺ ഡിപ്പാണോ മാർക്കറ്റ്, ബയോൺ ഡിപ്പാണോ എന്നുള്ളത്. ഒരിക്കലും ഈ ഒരു സമയത്ത് ബയോൺ ഡിപ്പിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. ബിക്കോസ് മാർക്കറ്റിൽ അതായത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇനി ഇൻഡിസിഷനാണ് നിൽക്കുന്നത് അല്ലേ. ഒരു ക്ലിയർ ട്രെൻഡിങ് ഇല്ല. നമുക്ക് ഇത് തന്നെ അറിയാം. ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ ഫിയർ ചിലപ്പോൾ കുറച്ചും കൂടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. വിക്സിന് എനിക്ക് തോന്നുന്നില്ല വിക്സ് ഇനി അടുത്ത് ഒന്ന് ഡൗൺ പോകും, ഈവൻ 20 ബിലോ പോകും എന്ന് തോന്നുന്നില്ല. ബിക്കോസ് നമുക്കറിയാം ഒരു റൈറ്റ് ഗവൺമെൻറ് ഇനി കുറച്ചൊന്ന് ഫോം ചെയ്യാനുള്ള കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു ബയോൺ ഡിപ്പിന് വേണ്ടി ആരും പോകരുത്. ഈവൻ സ്റ്റോക്കിലാണെങ്കിലും ഏത് സ്റ്റോക്കിലാണെങ്കിലും ജസ്റ്റ് നല്ല ലെവൽസിനെ കണ്ടെത്താൻ നോക്കുക. അതിനുവേണ്ടി ഞാനും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെ പറ്റി നിങ്ങൾ നല്ല സ്റ്റോക്ക് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ നല്ല ലെവൽസ് ഏതാണെന്ന് നമുക്ക് വാച്ച് ചെയ്ത് വെക്കാം. ആ ലെവൽസിൽ വരുമ്പോൾ ആ സ്റ്റോക്കിനെ എടുക്കാൻ നോക്കുക. അത്രയും നാളെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. ആൻഡ് ഈവൻ നമുക്കിനി എങ്ങനെയാണ് മാർക്കറ്റ് പോകുക എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബയോൺ ഡിപ്പിന് ഇപ്പോൾ ആരും ശ്രമിക്കരുത്. ബിക്കോസ് ആ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് എന്തായാലും പറഞ്ഞുതരാം. ഇവൻ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്കൊക്കെ തന്നെ പോകാം. ഇനി ഇൻട്രാഡേ ഒരുപാട് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. ബിക്കോസ് ഓൾറെഡി എല്ലാവർക്കും ഞാൻ ചാനലിലും അതെല്ലാ കാര്യം ടെലഗ്രാം ചാനലിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് അപ്ഡേഷൻ്റെ ആവശ്യവും ഇന്നുണ്ടായിട്ടില്ല. ബിക്കോസ് ത്രൂ ഔട്ട് ഫോളായിരുന്നു. എവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു റിവേഴ്സ് ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയും ആൻഡ് ബാങ്ക് നിഫ്റ്റി നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിവിടെ ഒരു പ്രൈസ് ആക്ഷൻ ലെവലിൽ വെച്ചിട്ട് ഒരു ട്രെൻഡ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ അതായത് എന്താ പറയുക, നമുക്ക് OA അനാലിസിസിൽ എന്തെങ്കിലും വല്ല ക്ലൂ കാര്യങ്ങൾ കമ്മിങ് മാർക്കറ്റിൽ വേണ്ടിയിട്ട് ക്ലൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എൻ്റെ FIDA ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ്. ആൻഡ് നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയിൽ തന്നെ നോക്കാം. ഈവൻ 4 hour ടൈം ഫ്രെയിം 5 minute ടൈം ഫ്രെയിം എടുത്തിട്ട് ഒരുപാട് ഞാൻ അതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഞാൻ ഈ ഒരു മാർക്കറ്റ് ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് നമുക്കൊരു ഡാർക്ക് ക്ലൗഡ് കവർ വന്നിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് നമുക്ക് മൺഡേ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. ഇവിടെ നമുക്കൊരു ഇവിടെയും ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്ത് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വേണം എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാർക്കറ്റ് ഈ ഒരു അതായത് നല്ലൊരു ഹൈ ആയിരുന്നു മാർക്കറ്റ് എടുത്തത് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഈക്വൽ ഹൈ എടുത്തായിരുന്നു നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അവിടെ നിന്ന് ഒരു ഫേക്ക് ഔട്ട് മേളിലേക്ക് തന്നു. ഇതൊരു ഫേക്ക് ഔട്ട്, ഇതൊരു നല്ലൊരു ഹൈ ആയിരുന്നു എടുത്തത്. ഇതൊരു ഫേക്ക് ഔട്ട് തന്നു. ഇവിടെ നിന്നൊരു ഫാളിന് വേണ്ടിയുള്ള എല്ലാം തന്നു. വീണ്ടും ഒരു ഫേക്ക് ഔട്ടിന് വേണ്ടി മേളിൽ വന്നു. അവിടെ നിന്നാണ് ഫാൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി എവിടെ ആയിരിക്കണം മാർക്കറ്റ് പോവേണ്ടത് ഈ ഒരു ലെവൽസിൻ്റെ ലോയിലല്ലേ. അതായത് 21,000 ബിലോ എന്തായാലും മാർക്കറ്റ് വേണം. ഇവിടെ നിന്ന് വന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ നോക്കാം. അതിൻ്റെ ഇടയിൽ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ വരാൻ നേരത്ത് മാർക്കറ്റ് നല്ലൊരു ട്രെൻഡിങ്ങിലാണ് പോയത്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മാർക്കറ്റ് പോയത് നമുക്ക് ഒരു ട്രെൻഡ് ലൈനും കൂടി വരച്ചൊന്ന് കാണിക്കാം.
ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലായിരുന്നു മാർക്കറ്റ് മെയിനായിട്ട് പോയത്. ഇത് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു നല്ല ട്രെൻഡ് ലൈൻ എടുത്തിട്ടാണ് മാർക്കറ്റ് എന്തായത് മേളിലേക്ക് ഹയർ ഹൈസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടേയിരുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു. വൺസ് ഈ ഒരു ട്രെൻഡ് ലൈൻ വെച്ചാലും കുഴപ്പമില്ല, ബിക്കോസ് ഓൾറെഡി ഒരു 2 ഫേക്ക് ഔട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 2 ഫേക്ക് ഔട്ട് തന്നു, ഇതൊരു ഫേക്ക് ഔട്ട് വന്ന് ഗ്രീൻ ക്യാൻഡിൽ ഒന്ന് മേളിലേക്ക് പോയിട്ടുണ്ട്. ഇതിവിടെയും നമുക്ക് എന്താ ഒരു ഫേക്ക് ഔട്ട് 21,000 നല്ലൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മേളിലേക്ക് പോയിട്ട് പിന്നെയും അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ലെവലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 21,750 എന്നുള്ള ഈ ഒരു ലെവലിൻ്റെ താഴെ നമുക്കൊരു ക്ലോസിങ് കിട്ടി വീണ്ടും ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ടെസ്റ്റ് ചെയ്യും. ഇവിടെ ഇത് ഓൾറെഡി മാർക്കറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ആൻഡ് ഇതിന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇതിനെയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ലോ പോയിട്ട് ജസ്റ്റ് വെയിറ്റ്, ഒരു ചെറിയൊരു സ്പേസ് ഇട്ടേക്കട്ടെ. ഓക്കെ അപ്പോൾ കുറച്ചൊന്ന് ലോ പോയിട്ട് നമുക്ക് എന്താകും ഈ അതായത് ഇവിടെ നിന്നൊരു ലോ എടുത്തിട്ട് ഇവിടെ ഒരു ഹൈ തന്നെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷനിലാണോ മാർക്കറ്റ് പോവുക എന്ന് നമുക്ക് ഇനി വേണം മനസ്സിലാക്കാൻ. ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ടൊക്കെ തന്നെയാണ്. ഈ ഒരു ചാനൽ ഫോർമേഷന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക ആൻഡ് അതിന് ശേഷം നമുക്ക് ബ്രേക്കൗട്ട് തന്നെയാണെങ്കിൽ മാത്രം മേലിലേക്ക് പോകാൻ നോക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലോ എടുത്ത് പിന്നെ ഒരു ഹൈ എടുത്ത് പിന്നെയും പോവുകയാണെങ്കിൽ ഇനി നമുക്ക് വന്ന ഒരു ഡെഫിനറ്റ്ലി ഇനി നമുക്ക് വന്ന ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ലെവലായിരിക്കും. വൺസ് ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ ആയിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നായിരിക്കും ഇവിടെ വന്ന ഒരു ടൈം ഫ്രെയിം നോക്കുക. എൻ്റെ ഒരു സൗണ്ട് അത്ര നല്ലതല്ല, അപ്പോൾ അതുകൊണ്ട് ഇന്നെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് വന്നെയാണെങ്കിൽ ഇവിടെ വന്ന ആ ഒരു റെസിസ്റ്റൻസ് എടുക്കുമല്ലോ ആൻഡ് ഇവിടെ നിന്ന് ഒരു ഫാൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫാളിന് ഇവിടെ വന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺസിനെയും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഡൗൺ ട്രെൻഡിന് വേണ്ടി നോക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അൺടിൽ നമുക്ക് ഇനി ഒരു സ്വിങ് ഹൈ, ഇനി ഇതിൻ്റെ മേളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് മേളിലേക്ക് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് പോകാം. ബട്ട് അതിനുള്ള ചാൻസ് വളരെ കുറച്ച് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അതാണ് നിഫ്റ്റിയിൽ പറയാനുള്ള ഇനി വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ക്ലിയറാണ്. ബാങ്ക് നിഫ്റ്റിക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഹൈ എടുത്തിട്ടാണ്, അത് ഡബിൾ ടോപ്പ് എടുത്തിട്ടാണ് ഒരു ഫേക്ക് ഔട്ട് മേളിൽ തന്നു. ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ഫാൾ ഉണ്ടായി. ഈവൻ ബാങ്ക് നിഫ്റ്റിയുടെ നല്ലൊരു സപ്പോർട്ട് ലെവലാണ് ഇന്ന് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് നോക്കാൻ പറ്റാവുന്ന, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫസ്റ്റ് ഇനീഷ്യൽ എടുക്കാവുന്ന ഇതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കാരണം എടുത്തേക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ എടുത്തേക്കുന്നത്. ഇനി റെസിസ്റ്റൻസ് എടുക്കുന്ന ലെവൽ മാക്സിമം ഈ ഒരു ലെവലായിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് എടുക്കേണ്ടത്. അപ്പോൾ ആ 2 ലെവൽ നോക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സ് ട്രെൻഡ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് പുള്ള് ചെയ്തിട്ട്, ഓൾറെഡി അവിടെ ഒരു റിവേഴ്സ് ക്യാൻഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതല്ല, വൺസ് ഇതിൻ്റെ താഴേക്ക് വന്ന് ഇവിടെ എവിടെയെങ്കിലും റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും ഒരുപാട് സ്റ്റോപ്പ് ലോസ്, അതായത് ലിക്വിഡിറ്റി ഈ എല്ലാ ഏരിയയിലും ബാങ്ക് നിഫ്റ്റിക്കും ലിക്വിഡിറ്റി എടുക്കാനുണ്ട്. ഓൾറെഡി ഈ ഒരു ഏരിയ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ ടെസ്റ്റ് ചെയ്യാനുണ്ട്, ഈ ഏരിയ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും ഏരിയ ബാങ്ക് നിഫ്റ്റിയും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഈ ഒരു ഡൗൺ ട്രെൻഡ് ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് അനാലിസിസ്. ഇനി നോക്കാനുള്ളത് നമുക്ക് അതാണ്. അപ്പോൾ ഈ പറഞ്ഞ ലെവൽസിലേക്കുള്ള ഓൾറെഡി 2 ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 ലെവലും ഇനി വരുന്ന ദിവസങ്ങളിൽ നോക്കുക എങ്ങനെയാണ് ആ ലെവലിൻ്റെ പെർഫോമൻസ് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കൊന്ന് അനാലിസിസിലൊന്ന് ക്വിക്കായിട്ടൊന്ന് പോയിട്ട് വരാം. മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈവൻ നിഫ്റ്റി 6 ജൂണിനാണ് എക്സ്പയറി വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട്. നിഫ്റ്റി പുട്ട് അൺവൈൻഡിങ് എല്ലാ ഏരിയയൊന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ നമുക്ക് പുട്ട് റൈറ്റിംഗ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഈവൻ 21,000 പുട്ട് അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കുക.
കോൾ അൺവൈൻഡിങ് എവിടെയും കാണാൻ കഴിയുന്നില്ല. ഈവൻ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും പുട്ട് അൺവൈൻഡിങ് ആണ് കാണുന്നത്. ഓൾറെഡി ഇന്നലെയും ആ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് പുട്ട് അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. മീൻസ് അതായത് റിവേഴ്സ് ട്രേഡിന് വേണ്ടിയിട്ട്, അതായത് ക്വിക്ക് ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിക്കരുത് എന്നുള്ള ഒരു സൂചനയാണ് നമ്മൾ അതിൽ നിന്ന് പറഞ്ഞത്. മീൻസ് OI അനാലിസിസിലും നമുക്ക് നോക്കിയാൽ കാണാം. ഈവൻ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും കാണാം പുട്ട് അൺവൈൻഡിങ് നടക്കുന്നതായിട്ട് കാണാം. ആൻഡ് 46,000 ഒരു അറ്റ്ലീസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉണ്ട്. ഈവൻ 47,000 ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. ബട്ട് 48,000 ലാർജ്ലി പുട്ട് അൺവൈൻഡിങ് കാണുന്നുണ്ട്. 47,500 പുട്ട് അൺവൈൻഡിങ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൺസ് ഇതിൻ്റെ മേളിൽ മാർക്കറ്റ് വീണ്ടും കൺഫേം ആവാൻ തുടങ്ങിയാൽ ഈ ഒരു പുട്ട് അൺവൈൻഡിങ്ങും കാണാനുള്ള ചാൻസ് ഹ്യൂജായിട്ട് നിൽക്കുന്നുണ്ട്. ഈവൻ ഇൻ ബാങ്ക് നിഫ്റ്റിയിലും അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റയിൽ FISൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു ബൈയിങ്ങും ഇല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. FIS ഒക്കെ നല്ല രീതിയിൽ ഈവൻ കുറച്ചൊന്ന് അവരൊന്ന് ലോങ് അൺവൈൻഡ് കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നെഗറ്റിവിറ്റി അവർക്കുണ്ടായി. ഈവൻ ഇൻട്രാഡേ ഓപ്ഷൻസിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അത് കാണാനും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി മാർക്കറ്റ് വേണം. ഇന്നത്തെ അപ്ഡേറ്റ് വന്നിട്ടില്ല. മാക്സിമം നെഗറ്റിവിറ്റി ആവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ എന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ അറിയിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്താൽ അറിയിക്കുക. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് സൗണ്ടിൽ കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട്. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ മീൻസ് പറയുന്ന മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ആൻഡ് ആ കാര്യം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിലും കൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞൊക്കെ തന്നെ പോവാം. അപ്പോൾ അതാണ് ട്രെൻഡ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.